പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരുടെയും DA കാറ്റഗറിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഉത്തരമെന്നോണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. PSC നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ DA കാറ്റഗറിയെ ഉൾപ്പെടുത്തുന്നുവെങ്കിൽ അതിലൊരു മെസ്സേജ് കാണും, 4% DA കാറ്റഗറിക്ക് റിസർവേഷൻ എന്ന്. DA കാറ്റഗറിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് പറയണം. പക്ഷേ റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ബ്രീഫായിട്ട് റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ചൊന്ന് പറയാം. 1 മുതൽ 100 വരെയുള്ള ടേണുകളുള്ള ഒരു ചാർട്ടാണ് റൊട്ടേഷൻ ചാർട്ട്. 1, 3, 5, 7, 11 തുടങ്ങി 97 വരെയുള്ള ടേണുകളാണ് OCക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. 2, 4, 6, 8, 12 തുടങ്ങിയ 100 വരെയുള്ള കോളങ്ങൾ BC കാറ്റഗറി, അതായത് ബാക്ക്വേർഡ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ റിസർവ്ഡ് കോമ്പറ്റീഷൻ, അതായത് ഈഴവ, മുസ്ലിം, SC, ST, LC അങ്ങനെ തുടങ്ങിയ റിസർവേഷൻ ഉള്ള കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് BC കാറ്റഗറി. 9, 19, 29, 39, 49 തുടങ്ങി 99 വരെ EWSൻ്റെ ടേണുകളാണ്. ഇതെല്ലാം ഞാൻ അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ റൊട്ടേഷൻ ചാർട്ടിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഡിഫറൻറ്റ് ഏബിൾ കാറ്റഗറിയുടെ ടേണ്. എപ്പോഴാണ് DA കാറ്റഗറിക്ക് ഒഴിവുകൾ മാറ്റപ്പെടുന്നത്? അത് പറയാം. 4% ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. DA കാറ്റഗറിയുടെ സംവരണം 4%. യഥാർത്ഥത്തിൽ 100 ഒഴിവുകൾ വരുമ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു റൊട്ടേഷൻ ചാർട്ടാണിത്. 100 ഒഴിവുകൾ നികത്തപ്പെടണമെങ്കിൽ 104 ഒഴിവുകൾ വരണം. അതായത് 100 ഒഴിവുകളുടെ ചാർട്ടാണിത്. പക്ഷേ 100 ഒഴിവുകൾ അവിടെ നികത്തപ്പെടണമെങ്കിൽ 104 ഒഴിവുകൾ വേണം. എന്തുകൊണ്ടാണ്? 4% DA കാറ്റഗറിക്കുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒഴിവുകളിൽ എങ്ങനെയാണ് അവരെ നികത്താനെന്ന് ഞാൻ പറയാം. 1ാമത്തെ ഒഴിവ്, 26ാമത്തെ ഒഴിവ്, 51ാമത്തെ ഒഴിവ്, 76ാമത്തെ ഒഴിവ്, ഇങ്ങനെ 4 ഒഴിവുകളാണ് 100 ഒഴിവുകൾ വരുമ്പോൾ ഡിഫറൻറ്റ് ഏബിൾ ആയിട്ടുള്ളവർക്ക് വേണ്ടി മാറ്റപ്പെടുന്നത്. ആദ്യമായിട്ടൊരു നോട്ടിഫിക്കേഷൻ, പുതിയ റൊട്ടേഷൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. ഇതുവരെ മുമ്പ് ഒരു റൊട്ടേഷൻ ഇല്ലാത്ത, അതായത് പുതിയതായിട്ട് വന്നൊരു നോട്ടിഫിക്കേഷൻ്റെ പുതിയ റൊട്ടേഷൻ തുടങ്ങിയാണ്. അപ്പോൾ 1 മുതൽ തുടങ്ങുന്ന റൊട്ടേഷനിൽ ഇപ്പോൾ ഒരു 30 ഒഴിവുകൾ വന്നിരിക്കട്ടെ. അപ്പോൾ 30 ഒഴിവുകൾ വന്നേക്കാണ്. അതിൽ 1ാമത്തെ ഒഴിവ്, 26ാമത്തെ ഒഴിവും DA കാറ്റഗറിക്കുള്ളതാണ്. മനസ്സിലായോ? 30 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിൽ റൊട്ടേഷൻ ചാർട്ടിൽ ഈ കാണുന്ന പോലെ റൊട്ടേഷൻ കറക്റ്റായിട്ട് എടുക്കും. പക്ഷേ ഈ 1ാമത്തെ OC തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരു DA കാറ്റഗറിയെ എടുത്തിട്ടാണ് 1ാമത്തെ OC തുടങ്ങുന്നത്. അതുപോലെ 25ാമത്തെ ആ റൊട്ടേഷനിലുള്ള ആളെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 26ാമതായിട്ട് DA കാറ്റഗറിയെ കയറ്റും. പിന്നെ അടുത്ത് തുടങ്ങുന്നത് റൊട്ടേഷൻ ചാർട്ടിൽ 26ാമത്തെ ഉള്ള കാറ്റഗറിന്ന് കയറ്റും. അങ്ങനെ ആ 30 വരെയുള്ള ഒഴിവുകൾ റൊട്ടേഷൻ ചാർട്ടിലെ പോലെ തന്നെ വന്നു നിൽക്കുകയും ചെയ്യും. കഴിഞ്ഞ ലിസ്റ്റിലെ റൊട്ടേഷൻ ചാർട്ട് പകുതി വെച്ച് ഒഴിവുകൾ തീർന്നിട്ട് ആ ലിസ്റ്റ് തീർന്നു പോയ ഒരു റൊട്ടേഷൻ ചാർട്ടാണെന്ന് വിചാരിക്കുക. പകുതി ഒരു 45 വരെ എടുത്ത് നിർത്തി. അതുകൊണ്ട് ലിസ്റ്റ് തീർന്നു പോയി. പിന്നെ ഒഴിവുകളിൽ പുതിയ ലിസ്റ്റിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ 10 ഒഴിവുകൾ വന്നിരിക്കട്ടെ. അപ്പോൾ പുതിയ ലിസ്റ്റിലെ 1ാമത്തെ ആൾ, അതായത് പുതിയ റാങ്ക് ലിസ്റ്റിലെ 1ാമത്തെ ആൾ റൊട്ടേഷൻ ചാർട്ടിലെ 46ാമത്തെ ആളാകും. മനസ്സിലായോ? 1ാമത്തെ ആൾ റൊട്ടേഷൻ ചാർട്ട് 45 വരെ മുൻ ലിസ്റ്റിൽ എടുത്ത് നിർത്തിയേക്കാണ്. ഇനി പുതിയ ലിസ്റ്റ് തുടങ്ങുമ്പോൾ 46 എന്നും പറഞ്ഞാണ് റൊട്ടേഷനിൽ എണ്ണി തുടങ്ങുന്നത്. അപ്പോൾ ഈ 46ാമത്തെ ആയിട്ട് വന്നത് റാങ്ക് ലിസ്റ്റിലെ 1ാമത്തെ ആളാണ് വന്നത്. 47, 48, 49, 50, 51 വരുമ്പോൾ DA കാറ്റഗറിയുടെ റാങ്ക് ലിസ്റ്റ് ഈ സാധാരണ വന്ന റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൻ്റെ താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ്, അതിന് താഴെയാണ് DA കാറ്റഗറിയുടെ ലിസ്റ്റ് വന്നത്. അപ്പോൾ ആ ലിസ്റ്റിലെ 1ാമത്തെ ആൾ ഇവിടെ 51ാമത്തെ ആ ടേണിലേക്ക് കയറും. മനസ്സിലായോ? ഇനി 52, 53, 54, 55 വരെ
ആ റൊട്ടേഷൻ ചാർട്ട് വന്ന് നിൽക്കും. അങ്ങനെ ആ ഒഴിവുകൾ വീണ്ടും വരുന്നതനുസരിച്ചിട്ട് 76ാമത്തെ ആൾ ഇനിയും പുതിയൊരു ഒഴിവുകൾ വന്നാൽ ആ റൊട്ടേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും. അതിൽ 76ാമത്തെ ടേൺ വരുമ്പോൾ DA കാറ്റഗറിയിലുള്ള 2ാമത്തെ റാങ്കിലുള്ള ആൾ കയറും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് റൊട്ടേഷൻ എടുക്കുന്നത്. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക റൊട്ടേഷൻ ചാർട്ടില്ല, പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റാണ് ഈ സാധാരണ റാങ്ക് ലിസ്റ്റിൻ്റെയൊക്കെ ഏറ്റവും ലാസ്റ്റായിട്ട് വന്ന് ഡിഫറൻറ്റേബിൾ കാറ്റഗറി ലിസ്റ്റ് എന്നും പറഞ്ഞ് അവിടെ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നവരുടെയൊക്കെ സംശയം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങളും സംശയങ്ങളെല്ലാം കൂടിയും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ സമയം കിട്ടണ പോലെ റിപ്ലൈ തരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.